സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല. അടുത്ത യോഗം മാർച്ച് 19 നടക്കും. കർഷകരുമായുള്ള ചർച്ച സൗഹൃദപരമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോഴും ധാരണയിലെത്താനാവാത്തത്? ഗോകുൽ, ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ചർച്ചയായത് കർഷകർ ഈ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായി ഉന്നയിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില നിയമം മൂലം ഉറപ്പു നൽകണം എന്നുള്ള ആവശ്യത്തിലാണ്. ഈ വിഷയം ചർച്ച ചെയ്തതായി കർഷകരും ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്ത മന്ത്രിമാരടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഈ ചർച്ചയിലും ധാരണയായിട്ടില്ല എന്നുള്ളതാണ് ഈ കർഷകരും ഒപ്പം തന്നെ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും വ്യക്തമാക്കുന്നത്. ഇന്ന് 6ാം ഘട്ട ചർച്ചയാണ് കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിൽ നടന്നത്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒപ്പം തന്നെ മന്ത്രി പ്രഹ്ലാദ് സിംഗ് ജോഷി തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായി. ഒപ്പം തന്നെ പഞ്ചാബിലെ മന്ത്രിമാരും സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയതര വിഭാഗത്തിലെ നേതാക്കളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 17 കർഷക നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിലും കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച ധാരണയായിട്ടില്ല. മോദി സർക്കാരിന്റെ നയങ്ങൾ, കർഷകരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിച്ചതായി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ട ചർച്ച വീണ്ടും ചണ്ഡീഗഡിൽ മാർച്ച് 19 നടത്തും എന്ന് യോഗത്തിന് ശേഷം കേന്ദ്ര കൃഷി ചൗഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ അടുത്ത ഘട്ട ചർച്ചകൾ ഡൽഹിയിലേക്ക് മാറ്റണം എന്നായിരുന്നു കർഷകരുടെ ആവശ്യം. ഈ ആവശ്യം എന്തായാലും ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ കർഷകരുമായുള്ള ചർച്ച തുടരും.